നല്ല രസമാണ്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓണത്തിന് ഒഴിച്ചുവിടാനാവാത്തൊരു വിഭവമാണല്ലോ ശർക്കര വരട്ടി. ഇന്ന് ഞാൻ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നല്ല മൂത്ത കായയാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ തോല് കളയണം. കായ തൊല് കളഞ്ഞിട്ട് ഈ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമുക്കതിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം. കറ പോവാനാണേ. ഈ ഉപ്പ് മതി. ഇതിൻ്റെ കറ പോവാൻ നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചിരണ്ടി കൊടുക്കും. തൊലി കളഞ്ഞിട്ട് എല്ലാതും ഉപ്പ് വെള്ളത്തിലിട്ട കായ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ അളവിൽ മുറിച്ചെടുക്കാം. ഉടനെ തന്നെ ഉപ്പ് വെള്ളത്തിലേക്ക് ഇടണേ. ഞാൻ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് വെക്കണം. ഇപ്പം നമ്മളിത് ഇട്ട് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് മഞ്ഞ നിറം മാറുവോളം നമുക്ക് കഴുകിയെടുക്കാം. നമുക്ക് 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കഴുകി നല്ലോണം വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം. പൊറോശയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് വറുത്തെടുക്കേണ്ടത്. നന്നായിട്ട് ഉള്ളൊക്കെ വേവണം. ഈ മീഡിയത്തിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാൻ. അപ്പോൾ ആദ്യം ഇട്ടത് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി എല്ലാതും ഇതേപോലെ നമുക്ക് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടി ഉണ്ടാക്കാം. ഒരല്പം അരി എടുത്തിട്ട് നമുക്കിത് വറുത്ത് പൊടിക്കാം. ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. അരി വറുത്തത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ചുക്ക്, കുരുമുളക് 1/4 സ്പൂണ്, ചെറിയ ജീരകം, 2 ടീസ്പൂൺ പഞ്ചസാര, 3 ഏലക്കായുടെ കുരു. ഇതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. അടി കട്ടിയുള്ള ഒരു ഉരുളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര ഒഴിക്കാം. ഇനി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. 4 അച്ച് ശർക്കരയാണ് ഞാനിത് ഉരുക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. ശർക്കര ഉരുക്കിയത് കയ്യിലൊട്ടുന്ന പാകമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ച കായ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം എല്ലാതും മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കത്തി വയ്ക്കാം. എന്നിട്ട് പൊടിച്ച് വെച്ച പൊടി കുറേശ്ശെയായിട്ട് നമുക്കിതിലേക്ക് ഇട്ട് അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര വരട്ടി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. നല്ല രസമാണ്. കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ കിട്ടൂലേ, അതുപോലെ നല്ല ടേസ്റ്റ്. ഏലക്കായൻ്റെ മണവും ചുക്കിൻ്റെ ആ മണവും ഒക്കെ ഒരുപോലെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്തു തരണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ.